ഇവിടെ നമ്മുടെ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് ഇന്ന് ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ചോദ്യം ഇതാണ്: ഒരു സമാന്തര ശ്രേണി നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുണ്ട്, 10, 14, 18 എക്സെട്ര. ഇതിന്റെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയും അടുത്ത 10 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. ഇത് സാധാരണ രീതി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഇത്തരം ചോദ്യങ്ങൾ ചെയ്തെടുക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ n²d ആണ് ഇക്വേഷൻ. ഇവിടെ n എന്ന് പറഞ്ഞാല് ആദ്യത്തെ 10 പദങ്ങളുടെ തുകയും അടുത്ത 10 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ n-ന്റെ വില 10 ആണെന്ന് മനസ്സിലാക്കുക. 10ന്റെ സ്ക്വയർ 100 ആണെന്ന് മനസ്സിലായി. d എന്ന് പറഞ്ഞ പൊതുവ്യത്യാസമാണ്. സെക്കൻഡ് നമ്പറിന് ഫസ്റ്റ് നമ്പർ കുറച്ചാൽ മതി. 14ന് 10 കുറച്ച് 4 വരും. 100നെ 4 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 400 എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നു. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ദാ പിടിച്ചോ. ഇതാണ് അടുത്ത സമാന്തര ശ്രേണി. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 8 പദങ്ങളുടെ തുകയും അടുത്ത 8 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. n²d ആണ് ഇക്വേഷൻ. n-ന്റെ വില 8 ആണ്. d പൊതുവ്യത്യാസം 6 ആണ്. ആൻസർ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയേക്കെ.